ഹായ് ഓൾ. ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിനെ കുറിച്ചാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന പാഠഭാഗത്തിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണിത്. അപ്പം സിലബസിൻ്റെ ഫോട്ടോ ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ കാണിക്കുന്നുണ്ട്. അപ്പം ഇതിൽ നമുക്ക് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ചെറിയ പോർഷനാണ്. അറ്റ് ദ സെയിം ടൈം ചോദ്യം ചോദിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാനും പറ്റും. 1-2 ക്ലാസ് നിങ്ങൾ കേട്ടാൽ മതി. അത്യാവശ്യം ഓർമ്മ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഒരു തവണ റിവിഷനും കൂടെ കഴിഞ്ഞാൽ ഈ ഒരു പോർഷൻ കംപ്ലീറ്റ് മനസ്സിലാവും. അത്ര ഈസി ആയിട്ടുള്ളൊരു പോർഷനാണിത്. ഇപ്പം സിലബസിലെ പറഞ്ഞിരിക്കുന്ന പ്രകാരം ഫണ്ടമെൻ്റൽ റൈറ്റ്സും DPSPയും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ അത് ഈ പോർഷൻ കഴിഞ്ഞിട്ട് എടുക്കാം. ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് ലെങ്തി ആയിട്ടുള്ള പോർഷൻ തന്ന് എൻ്റെ ക്ലാസ് ബോറിംഗ് ആണെന്നൊരു തോന്നിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചാണ് ഞാൻ ഈസി ആയിട്ടുള്ള പോർഷൻസ് ഫസ്റ്റ് എടുക്കുന്നത്. ഒന്ന് ഇമ്പ്രസ് ചെയ്യാനെന്ന് വേണമെങ്കിൽ കൂട്ടിക്കോ. അപ്പം ആ ഒരു ഭാഗം ഞാൻ തീർക്കാം. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് പോലുള്ള ഈസി പോർഷൻസ്. പ്രിയാമ്പിൾ അതുപോലൊരു ഈസി പോർഷൻ ആയിരുന്നു. അതെല്ലാവർക്കും മനസ്സിലായില്ലേ? അതുപോലെയുള്ളൂ. അതിനേക്കാൾ കുറച്ചുകൂടെ ചെറുതാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് ഞാൻ വേണേൽ പറയാം. അപ്പം ആ ഒരു പോർഷനും കൂടെ തീരുമ്പോഴത്തേക്കും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്നാൽ സിമ്പിളായിട്ടുള്ള പോർഷൻസൊക്കെ നമുക്ക് പഠിച്ചു തീർന്നു എന്ന് ഒരു കോൺഫിഡൻസ് കിട്ടും. ഓക്കെ, അപ്പം ഇതാണ് ഇന്ന് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആണ് പഠിക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതറിയാത്തവർ മസ്റ്റായിട്ടും പ്ലേലിസ്റ്റിൽ പോയി എല്ലാ ക്ലാസ്സസും കാണുക. അപ്പോഴേ നിങ്ങൾക്ക് ഈ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് പഠിക്കുന്നതിൻ്റെ ഒരു അർത്ഥം മനസ്സിലാവത്തുള്ളൂ. അല്ലാതെ കാണാതെ കുറച്ച് ഡ്യൂട്ടീസും അവകാശങ്ങളും ഒക്കെ പഠിച്ചിട്ട് കാര്യമില്ല. അപ്പം ആദ്യം കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന് നിങ്ങൾ പഠിക്കണം. ഓക്കെ, അപ്പം അതിൻ്റെ ക്ലാസ്സസിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് തരാം. അപ്പം അതിരുന്ന് പഠിക്കുക കേട്ടോ. അത് ആദ്യം ആ ക്ലാസ് കേൾക്കുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മേലൊരു ആഡ് ഓൺ പോലെ ഈ ക്ലാസ്സും കേൾക്കുക. അപ്പം ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പറയുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ കുറേ കാര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്രതിപാദിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ മൗലിക അവകാശങ്ങൾ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, അതുപോലെ തന്നെ DPSP, നിർദ്ദേശക തത്വങ്ങൾ. അതുപോലൊരു കാര്യമാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, നമ്മുടെ മൗലിക കടമകൾ. അപ്പം ഞാൻ പറഞ്ഞു ഫണ്ടമെൻ്റൽ റൈറ്റ്സും നിർദ്ദേശക തത്വങ്ങളും ഈ 2 പോർഷൻ ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇടുന്നതാണ്. അപ്പോൾ ഇന്ന് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്താണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഏത് ഭാഗത്താണ് പ്രതിപാദിക്കുന്നത്, എന്തൊക്കെയാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിൽ പ്രതിപാദിക്കുന്നത്, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എപ്പോഴാണ് വന്നത്, അത് ആദ്യമേ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുമ്പോഴേ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ടായിരുന്നോ അതോ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് പിന്നീട് അത് ആഡ് ചെയ്തതാണോ എന്നുള്ളൊരു കാര്യം നമ്മൾ അന്വേഷിക്കണം. പിന്നെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിൽ എത്ര തവണ തിരുത്തലുകൾ അല്ലെങ്കിൽ അമെൻമെൻറ്റ് വരുത്തിയിട്ടുണ്ടെന്ന് നമ്മൾ പഠിക്കണം. അത് ഏതൊക്കെ അമെൻമെൻ്റ് ആണെന്നും പഠിക്കണം, എന്തൊക്കെ മാറ്റങ്ങളാണെന്നും പഠിക്കണം. പിന്നെ ഈ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആസ് സച്ച് അതിൻ്റെ എണ്ണങ്ങൾ കൂടെ പഠിക്കണം. ഇത്രയും പഠിക്കുമ്പോഴത്തേക്കും ഈ ഒരു പോർഷൻ തീരും. പിന്നെ ഭയങ്കര ഒരു ആഡ് ഓൺ പോലെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസുമായിട്ട് ബന്ധപ്പെട്ട് 1-2 കമ്മിറ്റീസിൻ്റെ പേരും കൂടെ പഠിക്കണം. ഒരു സ്വരൺ സിംഗ് കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞൊരു കമ്മിറ്റി ഉണ്ട്. അപ്പോൾ ഈ 1-2 ഒരു കമ്മിറ്റിയുടെ പേര് അത്ര പഠിച്ചാൽ മതി നിങ്ങൾ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എവിടുന്ന് എടുത്തോ. ഓക്കെ, ഈ ഇത്രയും കാര്യങ്ങൾ എൻ്റെ ക്ലാസ് വഴി നിങ്ങൾ കേൾക്കും. അതോടെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസുമായിട്ട് ബന്ധപ്പെട്ട പോർഷൻ തീർന്നു എന്ന് നിങ്ങൾ കൂട്ടിക്കോ. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം നമ്മൾ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഏത് ഭാഗത്താണ് പ്രതിപാദിക്കുന്നതെന്ന് പഠിക്കണം. അപ്പം കോൺസ്റ്റിറ്റ്യൂഷനിൽ ടോട്ടൽ എത്ര ഭാഗങ്ങളുണ്ട്, എത്ര പാർട്സ് ഉണ്ട്, എത്ര ഷെഡ്യൂളുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ഐഡിയ വേണം. അതുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം ജസ്റ്റ് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിനെ സംബന്ധിച്ചിടത്തോളം അത് പാർട്ട് 4A ഉള്ളത്. ഓക്കെ, അപ്പോൾ പാർട്ട് 4A ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും തോന്നും എത്ര പാർട്സ് കാണും അപ്പോൾ ടോട്ടൽ, ഈ 1-2 പാർട്സൊക്കെ എന്തായിരിക്കും എന്നൊക്കെ ഒരു ഡൗട്ട് തോന്നും അല്ലേ? ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലാരിഫൈ ചെയ്യാം. 1ാമത്തെ പാർട്ടിൽ നമ്മുടെ രാജ്യത്തിൻ്റെ പേര്, നാൾ, നക്ഷത്രമൊക്കെയാണെന്ന് ഓർത്തിരിക്കുക. ഫസ്റ്റ് തന്നെ ഒരു രാജ്യത്തിന് ഒരു വ്യക്തിയെ പോലെ എഴുതുകയാണെങ്കിൽ ആദ്യം നമ്മൾ ഒരു വ്യക്തിയുടെ പേരും അഡ്രസ്സും ആയിരിക്കുമല്ലോ ചോദിക്കുന്നത്. ഇപ്പോൾ ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ നെയിം, അതിൻ്റെ ടെറിട്ടറി, അതിൻ്റെ അഡ്രസ്സ് എന്ന് പറയാനല്ല, അതിൻ്റെ ഏറ്റവും പ്രധാന കമ്പണൻ്റ് എന്ന് പറയുന്നത് ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ടെറിട്ടറിയെക്കുറിച്ചൊക്കെയുള്ള ഡീറ്റെയിൽസ് ആണ് ഫസ്റ്റ് പാർട്ടിൽ പറയുന്നത്. ഇനി 2ാമത്തെ പാർട്ടിൽ പറയുന്നത് അതിൽ ആരൊക്കെ താമസിക്കുന്നു അവരെക്കുറിച്ച്, അതായത് സിറ്റിസൺസ്. ഒരു രാജ്യമായാൽ ആ രാജ്യത്തിനെ ഒരു രാജ്യമാക്കുന്നത് ആരാ? അവിടെ താമസിക്കുന്നവരാണ്. അപ്പോൾ 2ാമത്തെ പാർട്ടിൽ എന്താണ് പറയുന്നത്? സിറ്റിസൺസിനെ കുറിച്ച്. 3ാമത്തെ പാർട്ടിൽ എന്താ പറയുന്നത്?
മൂന്നാമത്തെ പാർട്ടാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട്. അതെന്ന് പറയുന്നത് നമ്മുടെ സിറ്റിസൺസിന്, അതായത് രാജ്യത്തിൻ്റെ സിറ്റിസൺസിന് നൽകിയിരിക്കുന്ന മൗലിക അവകാശങ്ങളെക്കുറിച്ചാണ് മൂന്നാമത്തെ പാർട്ടിൽ പറയുന്നത്. നാലാമത്തെ പാർട്ടിൽ പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ കടമ, രാജ്യത്തിൻ്റെ ഭരണ നിർവഹണത്തിന് വേണ്ടി കുറച്ച് പേരെ നമ്മൾ തിരഞ്ഞെടുത്ത് വിട്ടിട്ടുണ്ടല്ലോ, അതായത് നമ്മുടെ ഗവൺമെൻറ് എങ്ങനെയുള്ള ഗവൺമെൻറ് ആയിരിക്കണം, അല്ലെങ്കിൽ ആ ഗവൺമെൻറ് എടുക്കുന്ന പോളിസീസിൻ്റെ സ്വഭാവം എങ്ങനത്തതായിരിക്കണം, ജനങ്ങളോട് ഡിസ്ക്രിമിനേറ്ററി ആയിട്ടുള്ള പോളിസീസ് ആയിരിക്കണോ ഗവൺമെൻറ് എടുക്കുന്നത്, ആവരുത്. അതായത് ജനങ്ങൾക്ക് എത്രത്തോളം ക്ഷേമത്തോടെ കാര്യങ്ങൾ നിർവഹിക്കാൻ പറ്റുമോ ആ രീതിയിലുള്ള പോളിസീസ് ആയിരിക്കണം ജനങ്ങളെ ഭരിക്കുന്ന ആളുകൾ എടുക്കേണ്ടതെന്നുള്ളൊരു നിർദ്ദേശം. ആ ഒരു നിർദ്ദേശ തത്വങ്ങൾ അടങ്ങുന്ന ഒരു ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്ന ഒരു വിഭാഗമാണ് നാലാമത്തെ പാർട്ടിൽ പറയുന്നത്. അപ്പം മൂന്നാമത്തെ പാർട്ടിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണെന്ന് ഞാൻ പറഞ്ഞു. അത് ആർക്കുള്ളതാ? ജനങ്ങൾക്കുള്ളതാ. DPSP നിർദ്ദേശ തത്വങ്ങൾ എന്ന് പറയുന്നത് ആർക്കുള്ളതാ? ഗവൺമെൻറ്റിനുള്ളതാ. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നമുക്ക്, ജനങ്ങൾക്ക്, നിർദ്ദേശ തത്വങ്ങൾ ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ ഭരിക്കുന്നവർക്ക്. ഒരു രാജ്യമാകുമ്പോൾ രണ്ട് ടൈപ്പ് ആളുകളുണ്ട്, ഒന്ന് ഭരിക്കുന്നവരും മറ്റേത് ഭരിക്കപ്പെടുന്നവരും. ഭരിക്കുന്നവരെ നമുക്ക് സ്റ്റേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. സ്റ്റേറ്റിന് കുറച്ച് കാര്യങ്ങൾ മസ്റ്റായിട്ടും ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഒരു രൂപരേഖയാണ് DPSP. അതാണ് പാർട്ട് 4ലുള്ളത്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ എംപവേർഡാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വെച്ചിട്ട്. അപ്പോൾ അതാണ് പാർട്ട് 3ലുള്ളത്. നമ്മുടെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്ന ഭാഗം പാർട്ട് 4A-യിലാണുള്ളത്. അപ്പം നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ വരികയാണ്, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഏത് പാർട്ടാണ്? പാർട്ട് 6, 7, 8 അങ്ങനെയൊക്കെ ഒരു ഒറ്റ നമ്പർ കാണുകയാണെങ്കിൽ അതല്ലെന്ന് നിങ്ങൾ ഓർക്കണം. പാർട്ട് 4A എന്ന് പറയണം. പാർട്ട് 4 എന്ന് പറഞ്ഞാൽ തെറ്റാണ്. കാരണം അതിൽ DPSP എന്ന് പറയുന്ന ഒരു ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിന് വേണ്ടിയുള്ള നിർദ്ദേശ തത്വങ്ങൾ പാർട്ട് 4ൽ ഓൾറെഡി ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും പാർട്ട് 4A എന്ന് പറയുന്നതാണ് ഒരു സെപ്പറേറ്റ് ചാപ്റ്ററാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. അപ്പം 4A ആണ് അതിൻ്റെ റൈറ്റ് ആൻസർ. 4 വരെ എഴുതി അത് പൊട്ടത്തെറ്റാണ്. ഓക്കെ, 4 എന്ന് പറയുന്നത് വേറെ തന്നെ ഒരു കാറ്റഗറിയാണ്. 4A ആണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി അടുത്തത് 4A എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് പുതിയതായിട്ട് ആഡ് ചെയ്യപ്പെട്ട ഒരു സാധനമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഒറിജിനലി കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുന്ന സമയത്ത് അങ്ങനൊരു ഐഡിയ കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതിയിട്ടില്ലായിരുന്നു. പിന്നീട് ഒരു പേജ് എക്സ്ട്രാ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് 4A എന്നും പറഞ്ഞുകൊണ്ട്, അതായത് 4A എന്ന് പറയുമ്പം 4 എന്ന് പറയുന്നത് സ്റ്റേറ്റിനുള്ള നിർദ്ദേശ തത്വങ്ങളാണെങ്കിൽ 4A എന്നും പറഞ്ഞുകൊണ്ട് ജനങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ എന്നുള്ളൊരു സ്വഭാവത്തിൽ ആണ് 4A എന്നും പറഞ്ഞുകൊണ്ട് പുതിയതായിട്ടൊന്ന് ആഡ് ചെയ്യപ്പെടുന്നത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. അപ്പം നമ്മൾ മനസ്സിലാക്കണം, ഒറിജിനലി അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുന്ന സമയത്ത് ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ, അതിനെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രതിപാദിച്ച് കാണാറുണ്ട്. ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം ഇല്ലായിരുന്നു എന്നാണ്. ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്ന സമയത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ, അതാണ് ഒറിജിനൽ. പിന്നീട് അമെൻമെൻറ്റ്സ് വന്ന് കുറേ കാര്യങ്ങൾ എക്സ്ട്രാ പുതിയതായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്, എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്ന സമയത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ രൂപത്തെയാണ്. അന്ന് അതിൻ്റെ അകത്ത് എന്തൊക്കെ കണ്ടന്റ് ഉണ്ടോ അതൊക്കെയാണ് ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്ത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഉണ്ടോ? ഇല്ല, അത് പിന്നീട് ആഡ് ചെയ്യപ്പെടുകയാണ്. അതുകൊണ്ടാണ് പാർട്ട് 4A എന്ന് പറയുന്നത്. അപ്പോൾ പാർട്ട് 4ൽ സ്റ്റേറ്റിന് വേണ്ടിയുള്ള നിർദ്ദേശ തത്വങ്ങളാണെങ്കിൽ പാർട്ട് 4A-യിൽ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ചില നിർദ്ദേശങ്ങളാണ് ഇതിൽ പറയുന്നത്. ഇനി ഇതിൻ്റെ സ്വഭാവം, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. നിങ്ങൾ വിചാരിക്കും ഡ്യൂട്ടി അല്ലേ, അപ്പോൾ അത് ചെയ്യാൻ നിർബന്ധിതരാണോ ജനങ്ങൾ? അല്ല. ഒരു ഐഡിയൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത്, അതായത് ഒരു ഐഡിയൽ ആയിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ജനങ്ങളോട് അത് ചെയ്യുക, ഇത് ചെയ്യുക, നിങ്ങൾ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണമെന്ന് പറയുന്ന, കമാൻഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ എന്താ അവരുടെ സ്വാതന്ത്ര്യത്തെയൊക്കെ പിടിച്ചു വെച്ച് അവർക്ക് നിർദ്ദേശങ്ങൾ മാത്രം കൊടുക്കുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഒരിക്കലും ഒരു ഐഡിയൽ ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ അല്ല. കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ ലിബർട്ടിക്ക് വേണ്ടിയൊക്കെ കൂടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു കൺസ്ട്രക്റ്റാണ്. മനസ്സിലായോ? അപ്പം സ്വാഭാവികമായിട്ടും ഒരു ഐഡിയൽ എന്ന് ഞാൻ പറഞ്ഞില്ല, മാതൃകാപരമായിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഒരിക്കലും ജനങ്ങളെ ഒന്നിനും നിർബന്ധിക്കത്തില്ല. ഓക്കെ, അപ്പോൾ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് നമുക്കൊരു ഓർമ്മപ്പെടുത്തൽ പോലെ മാത്രമേ ഉള്ളൂ. ഒരിക്കലും നിങ്ങളത് മസ്റ്റായിട്ട് ചെയ്യണം, ചെയ്തില്ലേ നിങ്ങൾ അകത്ത് കിടക്കും, അങ്ങനെ ഒരു സ്വഭാവം ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിന് ഇല്ല. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് നിങ്ങൾ ചെയ്തില്ലെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങളെ ആരും പിടിച്ച് ജയിലിൽ ഇടത്തില്ല. ഓക്കെ, അപ്പം നിങ്ങൾക്ക് തോന്നും ആ ഒരു ചോദ്യം, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിനെ കുറിച്ച് ഐഡിയ ഇല്ലാത്ത ഒരാളാണെങ്കിൽ ഡ്യൂട്ടി അല്ലേ, ചെയ്തില്ലെങ്കിൽ ജയിൽ ഉറപ്പ്, ശിക്ഷ ഉണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. ഒരിക്കലും കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മളോട് ഡിസ്ക്രിമിനേറ്ററി ആയിട്ട് ഒരിക്കലും പെരുമാറത്തില്ല. നല്ല ആളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം കോൺസ്റ്റിറ്റ്യൂഷൻ
കോൺസ്റ്റിറ്റ്യൂഷൻ ജനങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ട് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് നമുക്ക് ജസ്റ്റ് അത് നമ്മുടെ മനസ്സിലിരുന്നാൽ മതി. നമ്മുടെ ആ ഡ്യൂട്ടീസ് കേൾക്കുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും, അയ്യോ ഇത്ര ഉള്ളൂ ഡ്യൂട്ടീസ്, ഞങ്ങൾ വിചാരിച്ച് വലിയ എന്തൊക്കെയോ സംഭവമാണ്. അങ്ങനെ ഒരു ടൈപ്പ് ഒരു സംഭവമാണ് ഈ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതെങ്ങനെയുള്ള അതിൻ്റെ സ്വഭാവം എന്താണ്? അത് നോൺ ജസ്റ്റീഷ്യബിൾ ആണ്. അതായത് അത് ജസ്റ്റീഷ്യബിൾ അല്ല. ദാറ്റ് മീൻസ് അതിന് നമ്മൾ മസ്റ്റായിട്ട് ചെയ്യണമെന്നൊന്നുമില്ല. ഇത് ചെയ്തില്ലെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ജയിലിൽ പിടിച്ചിടത്തില്ല, നമുക്കത് ചെയ്യാതിരിക്കാം, അങ്ങനെ ഒരു പ്രശ്നമില്ല. ലീഗലി അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ വയലേഷൻ ഒന്നുമല്ല നമ്മളിത് ചെയ്യാതിരിക്കുന്നത്. സോ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിന് സത്യം പറഞ്ഞാൽ നെറ്റ് എഫക്റ്റ് 0 ആണ്. ഓക്കെ, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിന് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. നമുക്കത് ചെയ്യാതിരുന്നാലും ഒരു പ്രശ്നമില്ല, നമ്മൾ ജയിലിൽ കിടക്കത്തില്ല, നമ്മളെ അത് ബാധിക്കത്തേയില്ല. അതാണ് അതിൻ്റെ സ്വഭാവം എന്ന് മനസ്സിലാക്കുക. ഇനി ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എപ്പോഴാണ് ആഡ് ചെയ്യപ്പെട്ടത്? അത് നമ്മുടെ ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടായിരുന്നു, ഇന്ദിരാഗാന്ധി സർക്കാർ ഉണ്ടായിരുന്ന സമയത്ത് 1975 തൊട്ട് 77 വരെയുള്ള കാലഘട്ടം, 2 വർഷം ഭയങ്കര എമർജൻസി ആയിരുന്നു. അപ്പോഴത്തേക്കും എമർജൻസി വരുമ്പോഴത്തേക്കും ജനങ്ങൾക്ക് ഭയങ്കര ദേഷ്യമാകും ഗവൺമെൻറ്റിനോട്. ജനങ്ങൾ എന്ത് ചെയ്യും? ഭയങ്കര രീതിയിലുള്ള പ്രതിഷേധങ്ങളും കാര്യങ്ങളും, ഗവൺമെൻറ്റിനോടൊരു ഹേറ്റ്രഡ് വരും, ഒരു പകയും ദേഷ്യമൊക്കെ ഗവൺമെൻറ്റിനോട് വരും. സ്റ്റേറ്റിനോട് ജനങ്ങൾക്കൊരു പക വരുന്ന ഒരു സിറ്റുവേഷൻ വരും. രാജ്യത്തിനോടും അതായത് ഗവൺമെൻറ്റിനോടുള്ള പക മൊത്തത്തിൽ രാജ്യത്തിനോട് തന്നെ, നമുക്ക് രാജ്യത്തെ തന്നെ വെറുത്തു പോകും ഗവൺമെൻറ്റിനെ വെറുക്കേണ്ട സ്ഥാനത്ത്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായല്ലോ. അപ്പം ആ ഒരു സ്വഭാവം ജനങ്ങളിൽ വരുന്നത് ആ ഒരു എമർജൻസി സിറ്റുവേഷനിൽ സ്വാഭാവികമായിട്ടും വരും. നമ്മുടെ അവകാശങ്ങളൊക്കെ നിഷേധിച്ചിരിക്കുന്ന സമയമല്ലേ. അപ്പോൾ ജനങ്ങൾ ഭയങ്കര ഹേറ്റ്രഡ് അവരുടെ ഇടയിൽ വന്നു. ആ സമയത്ത് ഇന്ദിരാഗാന്ധി അവരുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് നടത്തിയിരുന്നു, 42nd അമെൻമെൻറ്റ് 1976. അതിന് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇഷ്ടംപോലെ വ്യത്യാസങ്ങൾ 42ാമത്തെ അമെൻമെൻറ്റ് വഴി നടത്തിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ പഠിച്ചു, പ്രിയാമ്പിളിലും കുറച്ച് വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട് 42ാമത്തെ അമെൻമെൻറ്റ് വഴി. അതുപോലെ 42ാമത്തെ അമെൻമെൻറ്റ് വഴി കൂട്ടിച്ചേർക്കപ്പെട്ട വേറൊരു സംഭവമാണ് നമ്മളിപ്പോൾ പഠിക്കുന്ന ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. അപ്പോൾ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്, അതുകൊണ്ടാണ് ഇതിനെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. കണ്ടോ, ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇല്ലാത്ത പല സാധനങ്ങളും പുതിയ 42nd അമെൻമെൻറ്റ് വഴി വന്നപ്പോഴത്തേക്കും എക്സ്ട്രാ ആഡ് ചെയ്യപ്പെട്ടു. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് അതിനൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റീസണാണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം, 42nd അമെൻമെൻറ്റ് ഈസ് നോൺ ആസ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നും പറഞ്ഞുകൊണ്ട് ഓപ്ഷനിൽ തരികയാണ്. പ്രിയാമ്പിളിൽ കുറച്ച് വ്യത്യാസം വരുത്തി, അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആഡ് ചെയ്തു, ഇങ്ങനെയൊക്കെയാണ് ഓപ്ഷൻ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അത് ശരിയാണെന്ന് പറയാം. കാരണം 42nd അമെൻമെൻറ്റിൽ ഇതൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം കോൺസ്റ്റിറ്റ്യൂഷനെ മൊത്തത്തിൽ കുറേ കാര്യങ്ങൾ ആഡ് ചെയ്ത് ഒരു വീടുണ്ടാക്കി വെച്ച് അതിനെ റിനോവേറ്റ് ചെയ്യുന്ന പോലെയായിരുന്നു 42nd അമെൻമെൻറ്റ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ 42nd അമെൻമെൻറ്റ് വഴി എന്തൊക്കെയാണ് വ്യത്യാസം വരുത്തിയെന്നുള്ളത് മാത്രം നിങ്ങൾ അഡ്രസ്സ് ചെയ്ത് വന്നാൽ മതി. അല്ലാതെ ഈ ചോദ്യം എനിക്കറിയത്തില്ലെന്നൊന്നും ചിന്തിച്ചേക്കരുത്. ഓക്കെ, അപ്പോൾ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് 76 42nd അമെൻമെൻറ്റ് വഴിയാണ് ആഡ് ചെയ്തത് എന്നുള്ളത് ഓർക്കുക. അപ്പം ഇതിൻ്റെ ആർട്ടിക്കിൾ വരുന്നത് 51A എല്ലാ എ കണ്ടോ, പുതിയതായിട്ട് ആഡ് ചെയ്തു. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ 51 കഴിഞ്ഞ് അടുത്ത 52 എന്നും പറഞ്ഞുകൊണ്ട് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആഡ് ചെയ്യുകയാണെങ്കിൽ അത് 52-ന് ശേഷം വരുന്ന ആർട്ടിക്കിൾസ് ഒക്കെ പിന്നെ റീറൈറ്റ് ചെയ്യേണ്ടത്. അപ്പം പുതിയതായിട്ട് ആഡ് ചെയ്തതുകൊണ്ട് അതിനെ എ എന്നും പറഞ്ഞുകൊണ്ട് ആഡ് ചെയ്തു എന്ന് ഓർക്കുക. അപ്പം പാർട്ട് 4A 51A അതാണ് ആർട്ടിക്കിൾ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് വന്നത്. ഞാൻ പറഞ്ഞാൽ ഇത് ഭയങ്കര സിമ്പിൾ പോർഷനാണ്, അതുകൊണ്ട് ഇച്ചിരിയേ ഉള്ളൂ. 51A ആർട്ടിക്കിളിൽ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് തീർന്നു, പാർട്ട് 4A ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് തീർന്നു. ഓക്കെ, അപ്പോൾ 42nd അമെൻമെൻറ്റ് വഴിയാണ് ഇന്ദിരാഗാന്ധിയാണ് ഇത് ആഡ് ചെയ്തതെന്ന് നമ്മൾ പഠിച്ചു. ഇത് നോൺ ജസ്റ്റീഷ്യബിൾ അല്ലാന്ന് നമ്മൾ പഠിച്ചു. പിന്നെ ഇത് ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നും പഠിച്ചു. അപ്പം ഇത്തരം കാര്യങ്ങളാണ് മെയിനായിട്ട് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിനെ കുറിച്ച് പഠിക്കാനുള്ളത്. പിന്നെ പ്രമുഖ കോൺസ്റ്റിറ്റ്യൂഷനുകളിലൊന്നും ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് സ്റ്റേറ്റിന് വേണ്ടിയുള്ള ഒരു കൺസ്ട്രക്റ്റാണ്. അതായത് എങ്ങനെ ഒരു ഭരണകൂടം പെരുമാറണമെന്നുള്ളതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. ജനങ്ങളുടെ സ്വഭാവമോ അല്ലെങ്കിൽ ജനങ്ങളുടെ അടുത്തൊരു സദാചാര മനോഭാവത്തോടെ നിൽക്കുന്ന ഒരു ബുക്കല്ല കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു സദാചാര മനോഭാവം ആരോടാണ്? ഗവൺമെൻറ്റിനോടാണ്. ജനങ്ങൾക്ക് അത് അവകാശങ്ങളാണ് നൽകുന്നത്, ഗവൺമെൻറ്റിൻ്റെ അടുത്ത് കുറച്ച് സദാചാരം കാണിക്കുന്നുണ്ട്. ഞാനീ പറയുന്നത് എക്സാക്റ്റ് അത് തന്നെ രീതിയിൽ എടുക്കണ്ട, ഇതിൻ്റെ ഒരു പോയിന്റ് ഉൾക്കൊള്ളാൻ വേണ്ടി ഞാൻ നിങ്ങളുടെ അടുത്ത് സിമ്പിളായിട്ട് പറയുന്നതാണ്. ഓക്കെ, അപ്പം ഈ ഗവൺമെൻറ്റിനുള്ള കാര്യങ്ങളാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതുന്നത്. അപ്പോൾ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ജനങ്ങൾക്ക് വേണ്ടിയുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് പ്രമുഖ കോൺസ്റ്റിറ്റ്യൂഷൻ
കോൺസ്റ്റിറ്റ്യൂഷനുകളിലൊന്നും അധികം നമുക്ക് കാണാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ ഇങ്ങനെ ഒരു ഐഡിയ കടമെടുത്ത വേറൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, അത് USSRൻ്റെ ആണ്. ഇപ്പം റഷ്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് നമ്മൾ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് കടമെടുത്തത്. അമേരിക്കയിലെ കോൺസ്റ്റിറ്റ്യൂഷനോ ബ്രിട്ടൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനോ അതിലൊന്നും ഇതില്ല. അപ്പം അതായത് സോ കോൾഡ് ഫേമസ് കോൺസ്റ്റിറ്റ്യൂഷനുകളിലൊന്നും ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിനെ കുറിച്ച് പ്രതിപാദിക്കുന്നില്ല. എന്നിരുന്നാൽ പോലും റഷ്യയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ, പഴയ USSRലെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അത് കണ്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആഡ് ചെയ്തതെന്നും കൂടെ ഓർക്കുക. ഇപ്പം തന്നെ നിങ്ങളൊന്ന് ചിന്തിക്കുക, USSR എന്ന് പറയുന്നത് അന്ന് ഒരു ജനാധിപത്യ രാജ്യമല്ല. ജനാധിപത്യ രാജ്യം എന്നുള്ളതിലുപരി അതിൽ ലിമിറ്റഡ് ആയിട്ടുള്ള ഡെമോക്രസിയേ ഉണ്ടായിരുന്നുള്ളൂ USSRന്. ഓർക്കുന്നുണ്ടോ പണ്ടത്തെ കാലം സോവിയറ്റ് യൂണിയൻ്റെ ഒക്കെ? അപ്പം അവിടെ സ്വാഭാവികമായിട്ടും പൗരന്മാർക്കും ധർമ്മമുണ്ട്. ഈ ചൈന അല്ലെങ്കിൽ റഷ്യ അങ്ങനത്തെ ഉള്ള രാജ്യങ്ങളിൽ ജനാധിപത്യവും അത് കുറച്ച് കുറവാണ്. ജനാധിപത്യം കുറവുള്ളിടത്ത് എന്താണ്, ജനങ്ങൾ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ കോൺസ്റ്റിറ്റ്യൂഷനും ഭരണകൂടവും പറയും. ജനാധിപത്യം കൂടുതലുള്ളിടത്ത് ഒരിക്കലും ജനങ്ങളുടെ അടുത്ത് സദാചാരം ഉള്ളൊരു സ്വഭാവം കോൺസ്റ്റിറ്റ്യൂഷന് കാണില്ല. പല എന്താ പറയുക രാജഭരണമുള്ള, ഇപ്പോഴും രാജഭരണമുള്ള കുറേ രാജ്യങ്ങളുണ്ട്. അപ്പം അതിലൊക്കെ ഈ ജനങ്ങൾക്ക് കൂടുതൽ നിർദ്ദേശം നൽകുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ളതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ US പോലെ ജനങ്ങൾക്ക് കൂടുതൽ ഫ്രീഡം അനുവദിക്കുന്ന, അവരുടെ സ്വൈര്യ വിഹാരത്തിൽ അധികം ഇടപെടാത്ത സ്വഭാവമുള്ള രാജ്യങ്ങളിൽ കോൺസ്റ്റിറ്റ്യൂഷൻ വളരെ ക്രിസ്പായിരിക്കും. അത് ഭരണകൂടത്തിൻ്റെ കാര്യം മാത്രമേ അതിൽ അഡ്രസ്സ് ആകത്തുള്ളൂ. അപ്പം ഞാൻ ഇതിൻ്റെ ഒരു ക്രക്സ് പറയുന്നേ ഉള്ളൂ, ഇതിൻ്റെ ഒരു ബേസിക് സ്വഭാവം. അപ്പോൾ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിൻ്റെ കാര്യം ഇത്ര മനസ്സിലായല്ലോ. നമ്മൾ USSR നിന്നാണ് ഇത് കടമെടുത്തതെന്നും കൂടെ പഠിച്ചു, ഇന്ദിരാഗാന്ധി ഗവൺമെൻറ്റിൻ്റെ സമയത്താണെന്നും കൂടെ പഠിച്ചു. ഇനി അടുത്തത് സ്വരൺ സിംഗ് കമ്മിറ്റി. ഇത് മാത്രം ഒന്ന് ഓർത്തിരുന്നാൽ മതി. സ്വരൺ സിംഗ് കമ്മിറ്റിയാണ് ഈ ഒരു റെക്കമെൻഡേഷൻ നൽകിയത് 1976. ഓക്കെ, അപ്പം സ്വരൺ സിംഗ് കമ്മിറ്റിയാണ്, കോൺഗ്രസ് പാർട്ടിയാണ് അതിനെ അന്ന് ഭരണത്തിലുണ്ടായിരുന്ന കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ച ഒരു കമ്മിറ്റിയാണ് സ്വരൺ സിംഗ് കമ്മിറ്റി. ആ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ഒരു 10 ഒരു ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് അന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇപ്പോൾ ടോട്ടൽ 11 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഉണ്ട്. അപ്പം ഇതിന് നിങ്ങൾ ഇനി കുറച്ച് കാര്യങ്ങൾ, ഞാൻ 10 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഏതൊക്കെയാണെന്ന് പറയാം, അത് കേട്ടിരിക്കുക. കോൺസ്റ്റിറ്റ്യൂഷനെ റെസ്പെക്റ്റ് ചെയ്യണം, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയൊക്കെ റെസ്പെക്റ്റ് ചെയ്യണം. നമ്മുടെ രാജ്യത്തിലെ പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, ഇപ്പോൾ ജുഡീഷ്യറി അങ്ങനത്തെ കുറേ ലെജിസ്ലേച്ചറും കുറേ ഇൻസ്റ്റിറ്റ്യൂഷനുണ്ട്. പൊളിറ്റിക്കലി പറയുകയാണെങ്കിൽ അതിനെയൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. നമ്മൾ നാഷണൽ ആന്തത്തെ റെസ്പെക്റ്റ് ചെയ്യണം. പിന്നെ നമ്മുടെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലെ നോബിൾസിനെയൊക്കെ നമ്മൾ, അതായത് നമ്മുടെ പോരാളികളെയൊക്കെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. അവർ മുന്നോട്ട് വെച്ച ആശയങ്ങളെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. പിന്നെ രാജ്യത്തിൻ്റെ സോവറിനിറ്റി, പരമാധികാരവും ഒരുമയും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, റെസ്പെക്റ്റ് ചെയ്യണം. പിന്നെ അതുപോലെ എന്തെങ്കിലും ഒരു പ്രശ്നം, വെളിയിൽ നിന്ന് ഏതെങ്കിലും ഒരു രാജ്യമൊക്കെ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വന്നാൽ എന്ത് ചെയ്യണം, നമ്മൾ ഒരുമിച്ച് നിൽക്കണം. പിന്നീട് നമ്മുടെ ഇടയിൽ തന്നെ ഫ്രട്ടേണിറ്റി, നമ്മളുടെ ഇടയിൽ സാഹോദര്യം ഉണ്ടാക്കണം. ജനങ്ങൾ തമ്മിൽ നല്ലൊരു സാഹോദര്യം, ബ്രദർഹുഡും ഉണ്ടായിരിക്കണം. നമ്മുടെ റിച്ച് ഹെറിറ്റേജ്, നമ്മുടെ ഭയങ്കര പൈതൃകമല്ലേ നമുക്കുള്ളത്, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, പൊന്നുപോലെ കാത്തു സൂക്ഷിക്കണം. പിന്നെ സ്ത്രീകളുടെ കാര്യത്തിലാണെങ്കിലും സ്ത്രീകളുടെ അപ്ലിഫ്റ്റ്മെൻറ്റിന് നമ്മൾ ഹെൽപ്പ് ചെയ്യണം. നമ്മുടെ നാച്ചുറൽ റിസോഴ്സസ് ഒന്നും നമ്മൾ നശിപ്പിക്കരുത്, അതിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യണം. ആളുകളുടെ ഇടയിലെ ശാസ്ത്രീയമായ ഒരു സയൻറ്റിഫിക് ടെമ്പർ എന്ന് പറയുന്നത്, അതായത് ഒരു ശാസ്ത്ര കുതക്കികളായിട്ട് ആളുകളെ എന്ത് ചെയ്യണം, വളർത്തണം. വളരെ കമ്പാഷനേറ്റ് ആയിട്ട് ഹ്യൂമാനിസം ഉണ്ടാവണം. ആളുകളുടെ ഇടയിൽ ദയയും കാരുണ്യമൊക്കെ ഉണ്ടാവണം. മനുഷ്യപ്പറ്റുണ്ടായിരിക്കണം. പബ്ലിക് പ്രോപ്പർട്ടി ഒന്നും ഒരിക്കലും നശിപ്പിക്കുകയൊന്നും ചെയ്യരുത്. പിന്നെ എല്ലാവരും, എല്ലാ ഇൻഡിവിജ്വലും, ഇപ്പം ഈ ക്ലാസ് കേൾക്കുന്ന എല്ലാവരും അല്ല, ഞാനും എല്ലാവരും എന്ത് ചെയ്യണം, അവനവൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രയത്നിക്കണം. നമ്മളൊക്കെ എക്സലൻസ് നമ്മുടെ ഒരു കരിയറിലും കാര്യങ്ങളിലും ഒക്കെ ഉണ്ടാക്കണം. കരിയർ എന്നൊന്നും പറയുന്നില്ല, ഒരു പേഴ്സണൽ സ്പിയറിൽ, ഇൻഡിവിജ്വൽ സ്പിയറിൽ നമ്മൾ ഉയരണം. ഒരു പൗരനെന്ന രീതിയിൽ നമ്മൾ ഇൻഡിവിജ്വലായിട്ട് ഉയരണം, സാമൂഹ്യപരമായിട്ട് ഉയരണം. പിന്നെ ലാസ്റ്റ് വന്നതെന്ന് വെച്ചാൽ കുട്ടികൾക്ക് എന്തുണ്ടാക്കണം, കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ നമ്മളെല്ലാവരും ഭയങ്കര ഉത്തരവാദിത്തത്തോടെ പെരുമാറണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിലുള്ളത്. ഇനി നിങ്ങൾ പറ, ഈ സാധനമൊക്കെ ചെയ്തില്ലെങ്കിൽ നമ്മളെ ജയിലിൽ പിടിച്ചിടാൻ പറ്റുമോ? ഇല്ല, കാരണം ഇത് ഭയങ്കര വേഗമാണ്. നന്നായിട്ടൊക്കെ ജീവിക്കണം കേട്ടോ. ആ ഒരു നല്ല രീതിയിൽ വേണം. ഇപ്പോൾ നമ്മൾ ഈ വാട്സപ്പ് ഗുഡ് മോർണിംഗ് മെസ്സേജ് ഇല്ലേ, അതുപോലത്തെ മാതിരി ഒരു വേഗമായിട്ടുള്ളൊരു കണ്ടൻറ്റാണ് ഈ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്.
നിങ്ങൾക്ക് ഇത്ര മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. അപ്പം നമുക്കൊരു പൗരബോധം ഉണ്ടാവണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടെ എഴുതിയ സംഭവമാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. ഓക്കെ, അപ്പം ഇത്രേ ഉള്ളൂ, 10 ഉള്ളൂ. 1 2 3 4 5 6 7 8 9 10 11. അപ്പോൾ ടോട്ടൽ ഒറിജിനലി 10 ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ 86ാമത്തെ അമെൻമെൻറ്റ്. ഓക്കെ, അപ്പം അതുവഴി മാത്രമേ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഒറ്റ തവണ മാത്രമേ അമെൻഡ് ചെയ്യപ്പെട്ടിട്ടുള്ളൂ. അത് 86ാമത്തെ അമെൻമെൻറ്റിലാണ്. 86ാമത്തെ അമെൻമെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അമെൻമെൻ്റ് ആണ്. നമ്മുടെ വിദ്യാഭ്യാസപരമായിട്ട് നമുക്ക് റൈറ്റ് ടു എഡ്യൂക്കേഷൻ, അത് നമുക്കൊരു ഫണ്ടമെൻ്റൽ റൈറ്റാണ്. അതായത് നമ്മൾ കുട്ടികളെല്ലാവർക്കും എന്ത് ഉണ്ടാവണം, എഡ്യൂക്കേഷൻ ഉണ്ടാവണം. ഒരു ലെവൽ വരെ അവരുടെ എഡ്യൂക്കേഷൻ ഫ്രീ ആയിട്ട് കൊടുക്കണം എന്ന് ഗവൺമെൻറ്റിനും നമ്മൾ ജനങ്ങൾക്കും ഒക്കെ അതൊരു ഒരു മാൻഡേറ്ററി ആയിട്ടുള്ളൊരു സംഭവം. അപ്പോൾ ആ ഒരു എഡ്യൂക്കേഷൻ്റെ ഒരു ഇമ്പോർട്ടൻസിന് വേണ്ടി അത് ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഉണ്ടായ ഒരു അമെൻമെൻറ്റാണ് 86th അമെൻമെൻറ്റ് എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചൊക്കെ ഞാൻ വിശദമായിട്ടൊരു ക്ലാസ് എടുക്കാം. അപ്പോൾ 86th അമെൻമെൻറ്റ് വഴി വന്നപ്പം അത് ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ അമെൻഡ് ചെയ്തിട്ടുണ്ട്, DPSPയെയും അമെൻഡ് ചെയ്തിട്ടുണ്ട്, കൂട്ടത്തിൽ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിനെ അമെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ലാസ്റ്റത്തെ ഒരു ഡ്യൂട്ടി ഉണ്ട്, ടു പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റി ഫോർ എഡ്യൂക്കേഷൻ ടു ഹിസ് ഓർ ഹെർ ചൈൽഡ് ഓർ വാർഡ് ബിറ്റ്വീൻ ദ ഏജ് ഓഫ് 6 and 14 years. ദ ഡ്യൂട്ടി ഈസ് ഓക്കെ. അപ്പം 6 തൊട്ട് 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഒരു പൗരൻ്റെ ഉത്തരവാദിത്തമാണ്, കടമയാണ്. കുട്ടികളുടെ കാര്യം, കുട്ടി പൗരനല്ലല്ലോ, 18 വയസ്സിന് ശേഷമല്ലേ നമുക്ക് അതിൻ്റെ അവകാശങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. അപ്പം മൈനറാണ്. അപ്പോൾ ഈ മൈനേഴ്സിന് എഡ്യൂക്കേഷൻ 14 വയസ്സ് വരെയുള്ളത് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഡ്യൂട്ടിയായി. ഓക്കെ, ആ ഒരു ഡ്യൂട്ടി 86ാമത്തെ അമെൻമെൻറ്റ് വഴിയാണ് ആഡ് ചെയ്തത്. ആ 86ാമത്തെ അമെൻമെൻറ്റ് എന്ന് പറയുന്നത് തന്നെ ഇന്ത്യയുടെ എഡ്യൂക്കേഷൻ എന്നുള്ള ഒരു പെർസ്പെക്റ്റീവിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അമെൻമെൻറ്റാണ്. 2002 ഇത് സംഭവിച്ചത്. അത്രേ ഉള്ളൂ, ആ ഒരൊറ്റ അമെൻമെൻറ്റേ ഉള്ളൂ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുള്ളൂ. ഓക്കെ, ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഇതിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഒരു സിവിക് ഡ്യൂട്ടിയാണ്, സിവിക് സെൻസ് ഉണ്ടാക്കുക എന്നുള്ളത്. നമ്മളൊരു എന്താ പറയുക, ഒരു പൗരബോധം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള കുറച്ച് ഒരു ഐഡിയാസ് മാത്രമേ ഉള്ളൂ ഈ ഒരു സംഭവം. ഒരു ഇന്ത്യൻ വേ ഓഫ് ലൈഫ് പ്രൊമോട്ട് ചെയ്യുക, റെസ്പെക്റ്റ് ചെയ്യുക, ചെറിഷ് ചെയ്യുക നമ്മുടെ ഹെറിറ്റേജിനെ, അല്ലെങ്കിൽ ഒരു ബേസിക് സ്വഭാവം, നമ്മുടെ പബ്ലിക്കായിട്ടുള്ള പ്രോപ്പർട്ടി ഒന്നും നശിപ്പിക്കാതിരിക്കുക, നമ്മുടെ വൈൽഡ് ലൈഫൊക്കെ സൂക്ഷിക്കുക, അങ്ങനത്തെ കുറച്ച് ബേസിക് കാര്യങ്ങൾ മാത്രമേ ഇതിൻ്റെ അകത്ത് പറയുന്നുള്ളൂ. അല്ലാതെ ഭരണാധികാരികളെ കാണുമ്പോൾ നിങ്ങൾ റെസ്പെക്റ്റോടെ നിൽക്കണം, അങ്ങനെയല്ല. ഇതിൻ്റെ സ്വഭാവം മനസ്സിലായല്ലോ. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ലിബറലാണ് എന്തൊന്ന് ആലോചിച്ച് നോക്കുക. ഇത്രയും സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് അവർ ഡ്യൂട്ടി ആയിട്ട് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയെങ്കിലും നമ്മൾ ചെയ്യണം നമ്മുടെ സിവിക് സെൻസിൽ. ഓക്കെ, അപ്പം ഇനി ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. ക്വസ്റ്റ്യൻ വരുമായിരിക്കും, ടാക്സുകൾ പേ ചെയ്യണം എന്നുള്ളത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയാണോ അല്ലയോ? ഒരിക്കലുമല്ല. കാരണം ഞാൻ ഈ 10 പറഞ്ഞില്ലേ, 11 പറഞ്ഞില്ലേ, അത്രേ ഉള്ളൂ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി. ടാക്സ് പേ ചെയ്യേണ്ടത് നമ്മുടെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി ആണെന്നൊന്നും ഒരിടത്തും എഴുതിയിട്ടില്ല. നിങ്ങൾക്ക് തോന്നും അത് കേൾക്കുമ്പോൾ അങ്ങനെ ആയിരിക്കുമെന്ന്, പക്ഷേ അങ്ങനെയല്ല. അപ്പം പെനാൽറ്റി ഉണ്ടോ? ഇല്ല. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിന് പെനാൽറ്റിയോ ശിക്ഷയോ ഒന്നുമില്ല. പിന്നെ ഇത് നിങ്ങൾ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി ചെയ്തില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് കോടതിയിലൊന്നും കയറേണ്ടി വരത്തില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് പറയാനുള്ളത്. അപ്പം കുറേ കമ്മിറ്റീസ് വന്ന് ഈ ടാക്സ് പേയിങ് ഒക്കെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി ആക്കി പറഞ്ഞിരുന്നു. പക്ഷേ ഗവൺമെൻറ് എന്ത് ചെയ്തില്ല, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ അത് ആഡ് ചെയ്യേണ്ടെന്ന് തീരുമാനിക്കുകയായിരുന്നു. ഓക്കെ, അപ്പം ഇത്രയാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. എല്ലാവർക്കും ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആകെ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ച്, സ്വരൺ സിംഗ് കമ്മിറ്റി എന്ന് പറഞ്ഞു, സ്വരൺ സിംഗ് കമ്മിറ്റിയാണ് ഇത് റെക്കമെൻഡ് ചെയ്തതെന്ന് പറഞ്ഞു. പിന്നെ എന്തൊക്കെയാണ്, പിന്നെ ഒരു ജസ്റ്റിസ് വെർമ കമ്മിറ്റി ഉണ്ട്. വെർമ കമ്മിറ്റി 1999 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ലീഗൽ പ്രൊവിഷൻ, ഒരു ജസ്റ്റ് ഒരു കമ്മിറ്റി ആണെന്ന് മാത്രം പറഞ്ഞാൽ മതി. അതൊന്ന് ജസ്റ്റ് അതുമായിട്ട് ഒരു ഒബ്സർവേഷൻസ് നടത്താൻ വേണ്ടി ഒരു കമ്മിറ്റിയെ ഗവൺമെൻറ് 1999 നിയമിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 2 കമ്മിറ്റിയുടെ പേര് മാത്രം ഓർത്തിരിക്കാം. വെർമ കമ്മിറ്റി 1999, സ്വരൺ സിംഗ് കമ്മിറ്റി 1976. ഈ 2 കമ്മിറ്റിയുടെ പേര് ഓർത്തിരിക്കുക. പിന്നെ ഇത്രയും ഞാൻ പറഞ്ഞ എന്താണോ അത്രേ ഉള്ളൂ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. ഇപ്പോൾ നമുക്കൊരു 20 മിനിറ്റിൽ പരിപാടി കഴിഞ്ഞു. ഞാൻ ഒന്നുകൂടി പറയാം, ഇത് മസ്റ്റാണ്, ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ഭാഗം, ഇതെങ്കിലും കേൾക്കുക. അതായത് 1976 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് 42ാമത്തെ അമെൻമെൻറ്റ് വഴിയാണ് ആഡ് ചെയ്തത്. പിന്നെ സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് ഈ ഒരു ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആഡ് ആയത്. USSRൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ഇൻസ്പയർഡ് ആയിട്ട് നമ്മൾ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആഡ് ചെയ്തത്. പിന്നെ അതൊക്കെ ഒറ്റത്തവണ മാത്രമേ അമെൻഡ് ചെയ്തിട്ടുള്ളൂ. അത് 86ാമത്തെ അമെൻമെൻറ്റ് വഴിയാണ് 2002. പിന്നെ 11 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസാണ് ഇതിനുള്ളത്. ഇത് നോൺ ജസ്റ്റീഷ്യബിൾ അല്ല. ഇത്തരം കാര്യങ്ങൾ ഓർത്തിരുന്നാൽ മതി. പേയിങ് ടാക്സ് ഒക്കെ പേ ചെയ്യാന്നുള്ളത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിൽ പെടുന്ന കാര്യമേ അല്ല.
അപ്പം ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് പെനാൽറ്റി ഒന്നുമില്ല. 51A ആർട്ടിക്കിൾ 51A ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് പാർട്ട് 4A. ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ പെട്ടെന്ന് റിവിഷന് നിങ്ങൾ അതും പോയിരുന്ന് കാണുക. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ആക്കാൻ പറ്റുമെങ്കിൽ നോക്കാം. ഓക്കെ, എനിവേ താങ്ക് യു. എല്ലാവർക്കും ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ദയവ് ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ കാണാനുണ്ടെന്ന് എനിക്ക് തോന്നുമ്പോഴാണ് എനിക്ക് വീഡിയോ ഇടാൻ തോന്നുന്നത്. സോ പ്ലീസ് സപ്പോർട്ട് ചെയ്യുക. ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും നിങ്ങളെ. ഓക്കെ, താങ്ക് യു.